ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. കളങ്കാവലിൻ്റെ 19ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഇവിടെ സിനിമ 19ാം ദിനം ചൊവ്വാഴ്ച അവധി ദിനങ്ങൾ തുടങ്ങിയതിൻ്റെ ആ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു കാര്യം ഇവിടെ ബോക്സ് ഓഫീസിൽ കാണാൻ കഴിയുന്നു. സിനിമയ്ക്ക് കളക്ഷൻ കൂടുന്നു. 488ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 11,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ അല്ലെങ്കിൽ ഓഡിയൻസ് ടിക്കറ്റ് എടുത്തു എന്നാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. ഇന്ന് 12% ഇതുവരെയുള്ള തിയേറ്റർ ഓക്യുപ്പൻസിയായി വന്നിരിക്കുന്നത്. 16 ലക്ഷം രൂപ കഴിഞ്ഞിരിക്കുന്നു സിനിമയുടെ കളക്ഷനായിട്ട്. കഴിഞ്ഞ ദിവസം സിനിമയ്ക്ക് വന്നത് ഏറെക്കുറെ 16,93,000, അത് 17 ലക്ഷം രൂപയായിരുന്നു കളക്ഷനായി വന്നിരുന്നത്. ഇപ്പോൾ തന്നെ 16,12,000 രൂപയോളം സിനിമയ്ക്ക് കളക്ഷൻ വന്നിരിക്കുക. ഫൈനലായിട്ട് 17 ലക്ഷം രൂപയെങ്കിലും ലഭിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് സിനിമയ്ക്ക് സ്റ്റഡി കളക്ഷൻ തിങ്കൾ ചൊവ്വ ദിനങ്ങളിൽ ലഭിച്ചിരിക്കുന്നു. 25 ലക്ഷത്തിന് മുകളിലാണ് ഇന്നലത്തെ കളക്ഷൻ. ഇന്ന് 27 ലക്ഷം രൂപയോളം എത്തുമെന്നുള്ളതാണ്. അതായത് 2 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 ലക്ഷം രൂപയോളം സിനിമ നേടും എന്നുള്ളതാണ് പറഞ്ഞ് വരുന്ന കണക്കുകൾ. കഴിഞ്ഞ ദിവസം ട്രാക്കേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 81,50,00,000 രൂപയാണ് അവർ പുറത്തുവിട്ടത്. അങ്ങനെയാണെങ്കിൽ ഈ 2 ദിവസത്തെ കളക്ഷൻ മാത്രമായി 82 കോടി അവരുടെ കണക്കിൽ നമുക്ക് സിനിമ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. പക്ഷേ ഏറെ പങ്കും പ്രേക്ഷകരും അല്ലെങ്കിൽ കണക്കുകളും പറയുന്നത് 84 കോടിക്ക് മുകളിൽ ഈ സിനിമ എത്തിയിട്ടുണ്ടാകാം എന്നുള്ളതാണ്. പക്ഷേ മൗനവ്രതം പാലിക്കുന്ന മമ്മൂട്ടി കമ്പനി കാരണം അത് പ്രേക്ഷകന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഒന്നെങ്കിൽ ട്രാക്കേഴ്സ് പറയുന്ന കണക്കുകൾ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്നത് കൂട്ടേണ്ടി വരും. മമ്മൂട്ടി കമ്പനിക്ക് മൗനമാണ് എന്തോ ഒരു പക്ഷേ അദ്ദേഹത്തിന് കളക്ഷൻ എന്ന് പറയുന്നത് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളായിരിക്കാം. നല്ല നടനാണ്, നന്നായി അഭിനയിക്കുന്നു, നല്ല പ്രകടനം. പക്ഷേ സാമ്പത്തികം നല്ല ലെവലിൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ഇറക്കാനുള്ള കാശോ അതൊക്കെ മടിയാണ് എന്നാണ് തോന്നുന്നത്. ഇത് എൻ്റെ മാത്രം തോന്നലാണെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പറയാം. എന്തായാലും നല്ല ചിത്രമായിരുന്നു. 2025 മാത്രമല്ല, 2000 അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പേർ കാണുന്ന സിനിമകളിൽ 2000-ന് ശേഷമുള്ള ഏറ്റവും നല്ല സിനിമയും ഒരുപക്ഷെ അതിനൊക്കെ മുമ്പുള്ളതിൽ ആദ്യ 5-ലും വരാവുന്ന ഒരു ചിത്രവുമാണ്. ഇവിടെ സിനിമ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഓവർസീസ് അങ്ങനെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളൊന്നും തന്നെ നമുക്ക് ലഭ്യമാകുന്നില്ല. ഇപ്പോൾ കോടി കടക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ മറക്കരുത്. 65,000 സബ്സ്ക്രൈബേഴ്സ്.